ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ വീട്ടിൽ CCTV ഇല്ലേ? ഉണ്ട് സർ. പക്ഷെ കുറെ നാളായിട്ട് കംപ്ലൈന്റാ. അതെന്ത് പറ്റി? നിങ്ങളെപ്പോലുള്ള ഒരു കുടുംബത്തിൽ അതങ്ങനെ കംപ്ലൈന്റ് ആയി കിടക്കാൻ പാടില്ലല്ലോ. കണിമംഗലത്തിന്റെ വിധി എഴുതാൻ വന്നവരാ അവര്. ഇനി അവരുടെ അന്വേഷണം വരുണ്യ, സൂര്യൻ, രാധികയും കസ്റ്റഡിയിൽ എടുക്കാന്നായിരിക്കും. ഞാനേ എല്ലാവരെയും പോയി വിളിക്കട്ടെ. കാര്യങ്ങൾ കൽപ്പന അറിയിക്കേ. ബാക്കി അവള് നോക്കിക്കോളും. ഒറ്റയടിക്ക് കൊല്ലാതെ ഇങ്ങനെ വേദനിപ്പിച്ച് കൊല്ലുമ്പോ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ചെല്ലേ. എന്താ സർ? പ്രിയങ്കയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. ആസൂത്രിതമായ കൊലപാതകമാണെന്ന് ചില ടോക്സുകളുണ്ട്. അത്തരം ടോക്സുകൾ അധികം വൈകാതെ ഓൺലൈൻ മീഡിയാസിന്റെ കൈകളിലെത്തും. പിന്നെ ചോദ്യം ചെയ്യലും ജഡ്ജ്മെന്റും ഒക്കെ അവരുടെ വകയാ. സോ പ്രിയങ്കയുടെ കൊലപാതകയെ കണ്ടുപിടിച്ചേ പറ്റൂ. വരുൺ, പ്രിയങ്ക കഴിഞ്ഞ ദിവസം എപ്പോഴായി ഈ വീട് വിട്ടുപോയത്? കൃത്യമായിട്ട് അറിയില്ല സർ. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഇവിടെ പ്രിയങ്ക ഉണ്ടായിരുന്നു. രാവിലെ അവളുടെ അച്ഛൻ കാണണമെന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വിളിച്ചിരുന്നു. അപ്പോഴാ ആളിവിടെ ഇല്ലാന്നുള്ള കാര്യം ബോധ്യമായത്. നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ? സർ, അത് ഈ ദാമ്പത്യത്തിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാ. വലിയ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ വേണമെങ്കിൽ ഒരു പെൺകുട്ടിക്ക് വീട് വിട്ടിറങ്ങാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലേ? ഈ വീട്ടിലോ ഇതുമായി ബന്ധപ്പെട്ടോ പ്രിയങ്കയോട് അതിശക്തമായി വൈരാഗ്യമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഐ മീൻ, ഈ കൊല്ലാനുള്ള വൈരാഗ്യമുള്ള ആരെങ്കിലും? എന്താ സാർ ഇത്? പ്രിയങ്ക കൊല്ലപ്പെട്ടത് പുറത്തു വച്ചല്ലേ? ആ കൊലയാളികളെ കണിമംഗലത്ത് വന്നാണോ സാർ അന്വേഷിക്കുന്നത്? അന്വേഷണത്തിന്റെ റൂട്ട് എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ എനിക്ക് ക്ലാസ് എടുത്ത് തരണ്ട. വരുൺ, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകാറുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ പ്രിയങ്ക തല്ലാറുണ്ടായിരുന്നോ? തല്ലിയിട്ടുണ്ട്. ചിലപ്പോൾ അവള് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോ തല്ലിപ്പോകും സാർ. ഈ സ്ത്രീകളുടെ നാവെന്ന് പറയുന്നത് ഒരു മിന്നല് പോലെയാ. ഒറ്റ വാക്ക് അതിൽ നിന്ന് പുറപ്പെട്ടാ മതി, ചിലപ്പോ നമ്മുടെ സകല നാടിയും കത്തിച്ചു കളയും. ചന്ദ്രശേഖരന്റെ അറിവുകളെ ഞാൻ പിന്നെ ചോദ്യം ചെയ്തോളാം. ഈ വീട്ടിൽ CCTV ഇല്ലേ? ഉണ്ട് സർ. പക്ഷെ കുറെ നാളായിട്ട് കംപ്ലൈന്റാ. അതെന്ത് പറ്റി? നിങ്ങളെപ്പോലുള്ള ഒരു കുടുംബത്തിൽ അതങ്ങനെ കംപ്ലൈന്റ് ആയി കിടക്കാൻ പാടില്ലല്ലോ. ടെക്നീഷ്യന്മാരെ കിട്ടണ്ടേ സാർ? ആദ്യം കുറച്ച് തവണ വിളിച്ചു, പിന്നെ അവര് വരാതിരുന്നത് കൊണ്ട് പിന്നെ അകത്തൊരു ക്യാമറയുണ്ട്, അത് മാത്രമേ ഇപ്പൊ വർക്ക് ചെയ്യുന്നുള്ളൂ. അകത്തും ക്യാമറയോ? സർ, അത് ഞങ്ങൾ ഓഫീസ് സ്പേസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ ക്യാമറ വർക്കിംഗാ. അതെങ്ങനെ വീട്ടിൽ നിന്ന് സെപ്പറേറ്റ് ആണോ അതോ ഈ വീടിനകത്ത് തന്നെയാണോ? വീടിനകത്ത് തന്നെയാണ് സർ. നിങ്ങൾ അത് ചെക്ക് ചെയ്തില്ലേ? ഇല്ല സർ. ബൈ.
നിങ്ങളുടെ വീടിന്റെ അകത്ത് നിന്ന് ഒരാളെ കാണാതായിട്ട് അത് എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്യായിരുന്നില്ലേ? പ്രത്യേകിച്ച് ഒരു CCTV വീട്ടിനകത്തുള്ളപ്പോ. സർ, അത് ഓഫീസ് പർപ്പസിന് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. ആലോചിക്കാത്തതോ അതോ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതോ? സാറെന്താ ഒരുമാതിരി കൊലപാതകികളോട് സംസാരിക്കും പോലെ? സർ, കേസിന്റെ ഭാഷയൊക്കെ ആവാം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില രീതികളൊക്കെ ഉണ്ട്. രീതികൾ എനിക്കും ഉണ്ട്. തൽക്കാലം ഞാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോ നമുക്ക് ആ CCTV ഒന്ന് ചെക്ക് ചെയ്യാം. റൂം എവിടെയാ? സാർ വരൂ. വാ. പ്രാർത്ഥിച്ചോ ഇനി അധികം പ്രാർത്ഥിക്കേണ്ടി വരില്ല. അയ്യോടാ പാവം, ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന കണ്ടില്ലേ? പൊന്നുമോനെ ഇപ്പൊ പോലീസ് കൊണ്ടുപോവും. കാലന്റെ കണക്ക് പുസ്തകം പരിശോധിക്കായിരിക്കും. ആരെയാ പോലീസുകാർ തൂക്കിക്കൊല്ലുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. പോലീസ് വരുന്ന കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞ എന്നെ സംശയിക്കും. ഇവളാ ബെസ്റ്റ്. കൽപ്പനെ, സൂര്യ നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്ന കാര്യോ പോലീസിനെ വിളിക്കുന്ന കാര്യോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഓ, അല്ലെങ്കിൽ തന്നെ സൂര്യ നിന്നോട് എന്താ പറയാറുള്ളത്? ദേ പുറത്ത് പോലീസ് വന്നിട്ടുണ്ട്. പോലീസോ? ആ